ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന്റെ മാത്രം പ്രോപ്പർട്ടിയാണ്. ഇതര ചാനലുകളിൽ ഈ ദൃശ്യങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഇത് മാതൃഭൂമി ന്യൂസിന്റെ മാത്രം ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ പകർത്തിയത്, ഈ ദൃശ്യങ്ങൾ ഇതുപോലെ പകർത്തിയത് ഒരേ ഒരാൾ മാത്രമാണ്. ഷിജിൻ നരിപ്പറ്റ മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറമാനാണ്. ഇത് വെറുതെ അങ്ങ് കിട്ടുന്ന ദൃശ്യമല്ല, വളരെ സാഹസികമായി എനിക്ക് തോന്നുന്നു അത്രയും പ്രയാസപ്പെട്ട് ഓടി ആ പോലീസ് സംഘത്തോടൊപ്പം ഓടി അവിടെ ആ കിണറ്റിന്റെ കരയിൽ എത്തിയാൽ മാത്രമേ പറ്റുകയുള്ളൂ. അതും മതില് എനിക്ക് തോന്നുന്നു ഒന്നിലധികം തവണ ചാടിക്കടക്കേണ്ടി വന്ന സാഹചര്യം. അവിടുത്തെ ടെറൈനൊക്കെ എല്ലാവരും കണ്ടതാണ്. എങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയതെന്ന് പറയൂ. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത കാടിനകത്ത് ഉണ്ടെന്ന സംശയം പറയുന്നതോടുകൂടി കാട്ടിലേക്ക് ഇറങ്ങുന്നു. കാട്ടിൽ പോലീസുകാരുടെ കൂടെ തന്നെ ഇറങ്ങണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചാണ്, വരുന്ന മുമ്പേ തീരുമാനിച്ചാണ്. കൂടെ തന്നെ ഇറങ്ങുന്നു. അപ്പോൾ നമ്മൾ മതിൽ, നമുക്ക് രണ്ടാളെ പൊക്കത്തിലുള്ള കുഴികളാണ്. ആ മതിൽ കഴിഞ്ഞാൽ കുഴി, അത് കഴിഞ്ഞാൽ അടുത്ത മതിൽ ചെറിയ തോടാണ്. അപ്പോൾ ഈ തോട് കയറി എനിക്ക് കിടക്കുന്നുണ്ട്. തോട് കയറി ഒരു തവണ കയറി ഇറങ്ങി കുറേ ദൂരം നടന്നു. നമ്മൾ അവിടെയൊന്നുമില്ല. അടുത്ത പ്രാവശ്യം വീണ്ടും ശബ്ദം കേൾക്കുന്നപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പ് 2 പോലീസുകാർ അവിടെ തിരയുന്നു. അപ്പോൾ അവരെ കൂടെ അവർ പോകുന്ന വഴിയേ പോകുന്നു. അപ്പോഴാണ് നമ്മൾ ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേട്ടപ്പോൾ നമുക്ക് എതിലേ പോകണം എന്നുള്ളതായിരുന്നു. കാരണം നമുക്ക് ഈ സ്ഥലം അത്ര പരിചയമില്ലല്ലോ. ഇതിലേ പോയി കഴിഞ്ഞാൽ അവിടെ എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ അവർ പോകുന്ന കൂടെ തന്നെ പോയി ഒരു മതിൽ കണ്ടു. ആ മതിൽ ചാടി വീഴുന്നത് നല്ല താഴ്ചയിലേക്കാണ്. അത് ഒരു തവണ ചാടി ഇറങ്ങി അടുത്ത മതിൽ കയറി ഈ കാണുന്നത്. അപ്പോഴാണ് കിണറ്റിലാണ് എന്നുള്ളത് നമ്മൾ കാണുന്നത്. അവിടെ കിണറ്റിൽ നമ്മൾ ആദ്യം പോലീസുകാർ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നു. എടുക്കരുത് അവർ വെള്ളത്തിലേക്ക് താണു പോകും എന്നുള്ള അവരുടെ ഒരു ഭയം. അത് നമ്മൾ അപ്പുറ സൈഡിൽ പോകുമ്പോഴാണ് ഇയാളിങ്ങനെ കയ്യും പൊക്കി നിൽക്കുന്ന ഒരു വിഷ്വൽ കാണും. നമ്മൾ എന്താ പറയുക, പ്രതീക്ഷിക്കാതെ നമ്മുടെ മുമ്പിൽ വരുന്ന വിഷ്വലാണിത്. അതെടുത്ത് കഴിഞ്ഞു. അതെടുത്ത് പൊക്കുന്നതോട് കൂടെ തന്നെയാണ് ഇവർ നമ്മൾക്ക് മാക്സിമം ആളുകളെ ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു ഊട് വഴി കൂടെ ബിൽഡിങ്ങിൻ്റെ അപ്പർ സൈഡ് വണ്ടിയിട്ട സൈഡിലേക്കാണ് കൊണ്ടുപോകുന്നത് നമ്മൾ മനസ്സിലാക്കണം. നേരെ കറങ്ങി വണ്ടിയിട്ട ഭാഗത്തേക്ക് വരുമായിരുന്നു. വരുന്ന വഴിക്ക് വീണ്ടും നമ്മൾ ഈ വലിയ കിണർ പോലുള്ള വലിയ ഒരു കാനയാണ്, അത് ചാടി ഇറങ്ങണം. അത് ചാടി ഇറങ്ങുമ്പോൾ ഞാൻ വീണ് ക്യാമറ ജസ്റ്റ് വെള്ളത്തിലേക്ക് വന്നു. ക്യാമറ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ റെക്കോർഡ് ബട്ടൺ അല്ല വർക്കാവുന്നത്, വേറെ എന്തൊക്കെയോ ബട്ടണൊക്കെയാണ് വർക്കാവുന്നത്. മറ്റേ റെക്കോർഡ് റിവ്യൂ ആണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ റെക്കോർഡ് ചെയ്ത് വീണ്ടും നമ്മൾ റെക്കോർഡ് ചെയ്ത ഫയൽ തന്നെയാണ് വരുന്നത്. അങ്ങനെ പിന്നെ റെക്കോർഡ് ചെയ്യാതെ വിട്ടു. അങ്ങനെ ഓടി വണ്ടിയിലെത്തുന്നു. വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് വരെ ഇതാണ് സംഭവിച്ചത്.